ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോവുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാറുകൾ കാണാം. ഈ കാറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ കാറിൽ യാത്ര ചെയ്യുന്നു. ഓപ്പോസിറ്റായിട്ട് മറ്റൊരു കാറ് വരുമ്പോൾ ഈ ബ്ലൂ കാറിലിരിക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന കാറ് വളരെ സ്പീഡിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ ആ കാറിൻ്റെ സ്പീഡിനേക്കാൾ കൂടിയ ഒരു സ്പീഡായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെറുതെ കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തുള്ള മരങ്ങളൊക്കെ ബാക്കിലേക്ക് ഹൈ സ്പീഡിൽ ഓടുന്നത് പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. അത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ മരങ്ങളൊക്കെ പുറകോട്ട് ഓടുന്നുണ്ടോ? ഇല്ല അല്ലേ? മരങ്ങൾ അവിടെ നിൽക്കുന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുക? നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ആ ഒരു ചലനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ അപേക്ഷിച്ച് ആ മരങ്ങളുടെ പൊസിഷൻ പുറകോട്ട് മാറുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. ഇതുപോലെ തന്നെ ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അതേ ഡയറക്ഷനിൽ പാരലലായിട്ട് ഒപ്പത്തിനൊപ്പം മറ്റൊരു ബസ്സും അതേ സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ബസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. The second bus will appear to be at rest for the person inside the first bus. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇനി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതിന് കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഈ കാറ് എ എന്നും കാറ് ബി എന്നും വിചാരിക്കുക. അപ്പോൾ കാർ എയിലിരിക്കുന്ന ആൾക്ക് കാർ ബി ഏത് സ്പീഡിൽ പോകുന്നതായിട്ടാണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു വെലോസിറ്റിയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എ എന്ന് പറയുക. അപ്പോൾ എയിൽ എന്ന കാറിലിരിക്കുന്ന അയാൾ റെസ്റ്റിലാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ദ വെലോസിറ്റി വിത്ത് വിച്ച് ബി അപ്പിയേഴ്സ് ടു മൂവ് വെൻ എ ഈസ് ഇമാജിൻഡ് ടു ബി അറ്റ് റെസ്റ്റ്, ആ ഒരു വെലോസിറ്റിയാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എ എന്ന് പറയുന്നത്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എ ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ബി അപ്പിയേഴ്സ് ടു മൂവ് വെൻ എ ഈസ് ഇമാജിൻഡ് ടു ബി അറ്റ് റെസ്റ്റ്. And the equation for relative velocity is relative velocity of b with respect to a is equal to vb minus va. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ബസ്സുകൾ ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പോകുന്ന കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ രണ്ടിൻ്റെയും സ്പീഡ് സെയിം ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ നമ്മൾ എടുക്കുമ്പോൾ അത് വി ബി മൈനസ് വി എന്നുള്ളത് എന്താകും? 0 ആകും. But the second object or second car will appear to be at rest for a person in the first car. അതുപോലെ ട്രീയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ട്രീ വിത്ത് റെസ്പെക്ട് ടു അസ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ട്രീ മൈനസ് വെലോസിറ്റി ഓഫ് അസ് അല്ലേ? അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ട്രീ എത്രയാണ്? ആക്ച്വലായിട്ട് 0 ആണ്. 0 മൈനസ് വി എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് വി എ. അതായത് നമ്മുടെ സ്പീഡ് എത്രയാണോ അതിന് ഈക്വലും ഓപ്പോസിറ്റുമായൊരു വെലോസിറ്റി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഇനി നേരെ തിരിച്ചും പറയാം. ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അതെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒബ്ജക്ട്സ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അന്നേരം നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് ആദ്യമേ ഫിക്സ് ചെയ്യണം. അതിന് ഓപ്പോസിറ്റ് വരുന്ന വെലോസിറ്റി നെഗറ്റീവായിട്ടും എടുക്കണം. അങ്ങനെ വരുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിയിൽ വി എ മൈനസ് വി ബി എന്നുള്ളിടത്ത് വി ബി നെഗറ്റീവാണെന്ന് കൊടുക്കുക. അപ്പോൾ വി എ മൈനസ് വി ബി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗറിൽ
ഫസ്റ്റ് കാറ് എ എന്ന കാറ് 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലും സെക്കൻഡ് കാറ് 35 മീറ്റർ പെർ സെക്കൻഡിലും വരുന്നു. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്താൽ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് കാർ എ വിത്ത് റെസ്പെക്ട് ടു കാർ ബി വിൽ ബി ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ വി എ മൈനസ് മൈനസ് വി ബി, ദാറ്റ് ഈസ് 25 മൈനസ് 35 ഓർ that is equal to 25 plus 35 equal to 60. ഇപ്പോൾ സെക്കൻഡ് കാറ് യഥാർത്ഥത്തിൽ 35 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് വരുന്നത്. പക്ഷേ ആദ്യത്തെ കാറിലിരിക്കുന്ന ആൾക്കത് 60 മീറ്റർ പെർ സെക്കൻഡായിട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് കാറിലിരിക്കുന്ന ആൾക്ക് ഫസ്റ്റ് കാറ് 60 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്നതായിട്ടും ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ ആ കാറിൻ്റെ സ്പീഡ് എത്രയേ ഉള്ളൂ? 25 ഉള്ളൂ. അപ്പോൾ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷനിലേക്ക് വന്നിട്ട് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, ഒബ്ജക്ട്സ് എ ആൻഡ് ബി. ഇവിടെ ഒറിജിൻ O എന്നെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒബ്ജക്റ്റ് എ എക്സ് എ എന്നുള്ള പൊസിഷനിലും ഒബ്ജക്റ്റ് ബി എക്സ് ബി എന്നുള്ള പൊസിഷനിലുമാണ്. പിന്നീട് അവ രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് വിചാരിക്കുക. ടി സമയത്തിന് ശേഷം ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എക്സ് എ ടി എന്നും സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എക്സ് ബി ടി എന്നും വിചാരിക്കുക. And let these two objects are moving with uniform velocities Va and Vb in a straight line in the same direction. ഇവിടെ ഈ രണ്ട് ഒബ്ജക്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് XA0 തൊട്ട് XAT വരെയുള്ള ആ ഒരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ രണ്ടാമത്തേൻ്റെത് XB0 തൊട്ട് XBT വരെയുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ വെലോസിറ്റിയുടെ ടേംസിൽ എഴുതിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ് യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്ട്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്നാണ്. സോ വി ക്യാൻ റൈറ്റ് എസ്സിന് പകരം XT മൈനസ് X0 എന്നെഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു ടി എന്നെഴുതി. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ കേസിൽ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു VA ഇൻറ്റു ടി എന്നിങ്ങനെ എഴുതിയാൽ ഇതിൽ നിന്ന് ടി സമയത്തിന് ശേഷമുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ XAT ഈക്വൽ ടു XA0 പ്ലസ് VAT എന്ന് എഴുതാം അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെയും ടി സമയത്തിന് ശേഷമുള്ളതിൻ്റെ പൊസിഷൻ XBT ഈക്വൽ ടു XB0 പ്ലസ് VBT എന്നെഴുതാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ ടി എന്ന ഇൻസ്റ്റൻറ്റിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുള്ള ഇക്വേഷൻ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് XBTയിൽ നിന്ന് XAT മൈനസ് ചെയ്യുക. ഇവിടെ XBTയിൽ നിന്ന് XAT മൈനസ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യുക, അതുപോലെ റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുക. Then we will get the equation for distance between A and B after a time t as XBT minus XAT equal to XB0 minus XA0 plus VB minus VA into T. അപ്പോൾ ഇവിടെ XB0 മൈനസ് XA0 എന്നീ ബ്രാക്കറ്റിൽ വരുന്നത് ഈ രണ്ട് ഒബ്ജക്ട്സും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ 0 എന്നുള്ള ഇൻസ്റ്റൻറ്റിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടി സമയത്തിന് ശേഷം എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടി സമയത്തിന് ശേഷം എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് VB മൈനസ് VA ഇൻറ്റു ടിക്ക് ഈക്വലാണ്. ഈ VB മൈനസ് VA എന്നുള്ളത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ കൂടെ റിലേറ്റീവ് വെലോസിറ്റിയെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടി സമയത്തിന് ശേഷം ആ രണ്ട് ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. So this is the equation for distance between two objects at any time after they have started their motion.
ഇൻ ടേംസ് ഓഫ് ദർ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇതുപോലെ ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണം. അതുപോലെ ഈ ഇക്വേഷനും അതുപോലെ യൂണിഫോം മോഷനിലുള്ള ഓബ്ജക്റ്റുകളുടെ പൊസിഷൻ ടൈം ഗ്രാഫും ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പം ഇവിടെ നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് എയും ബിയും അവ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പൊസിഷൻസ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് XB0 മൈനസ് XA0 ആണ്. ടി സമയത്തിന് ശേഷം അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ഇത് ഇങ്ങനെ കിട്ടി നമുക്ക് അല്ലേ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ടി സമയത്തിന് ശേഷമുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ. അപ്പം ഇതിനകത്ത് ഈ ആദ്യത്തെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് രണ്ട് ഒബ്ജക്ട്സും ഒരേ വെലോസിറ്റിയോടെ മൂവ് ചെയ്യുന്നതായിട്ട് എടുക്കാം. ഇഫ് VA ഈക്വൽ ടു VB, അപ്പോൾ ഈ ഇക്വേഷൻ എന്താകും? VA VB ഈക്വൽ ആയാൽ VB മൈനസ് VA വിൽ ബിക്കം 0. സോ ദിസ് ടേം വിൽ ബിക്കം 0 ആൻഡ് XBT മൈനസ് XAT വിൽ ബിക്കം ഈക്വൽ ടു XB0 മൈനസ് XA0. And this is always a constant. So the distance between the two objects will remain constant if they are moving with the same velocity along the same direction. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ്സ് വരച്ചും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ്. എക്സ് ആക്സിസുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ എ എന്ന ഒബ്ജക്റ്റ് VA എന്നൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടെ പോകുമ്പോഴുള്ള അതിൻ്റെ ഗ്രാഫ് നമുക്കിങ്ങനെ ഈ ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ ബിയുടെ ഗ്രാഫും നമുക്ക് വരയ്ക്കാം. ബിയും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോട് കൂടിയാണ് മൂവ് ചെയ്യുക. അതുപോലെ VAയും VB ഈക്വലുമാണ്. VAയും VB ഈക്വൽ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. ഇപ്പോൾ രണ്ട് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിട്ട് വരും. അപ്പം അങ്ങനെ പൊസിഷൻ ടൈം ഗ്രാഫുകൾ വരച്ചാൽ യു ക്യാൻ സീ ദാറ്റ് ദ ടു ഗ്രാഫ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയുടെ പൊസിഷൻ Y ആക്സിസിൽ ഈ ഒരു പോയിൻ്റാണ്. അന്നേരം ബിയുടെ പൊസിഷൻ ഈ ഒരു പോയിൻ്റാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ബാക്കി എല്ലാ സമയത്തും അവ തമ്മിൽ കീപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കേസ് എടുക്കാം. അതായത് VA ഗ്രേറ്റർ ദാൻ VB എന്നുള്ള കേസ്. അപ്പോൾ ഈ VA ഈസ് ഗ്രേറ്റർ ദാൻ VB ഈ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് അന്നേരം VB മൈനസ് VA വിൽ ബിക്കം നെഗറ്റീവ് ഓർ ദിസ് ടേം വിൽ ബിക്കം എ മൈനസ് ടേം. അങ്ങനെ വരുമ്പോൾ ഈ ടി സമയത്തിന് ശേഷമുള്ള ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ 0 ടൈമിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഈ ടേം മൈനസ് ചെയ്യുന്നതായിരിക്കും ഇക്വേഷൻ അല്ലേ. അപ്പോൾ ടി കൂടുന്തോറും എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു എന്ന് പറയാം, കുറഞ്ഞു വരുന്നു എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണുക. VA ഗ്രേറ്റർ ദാൻ VB ആയതുകൊണ്ട് ആ ഗ്രാഫ് സ്ലോപ്പ് കൂട്ടി വരയ്ക്കണം. അതുപോലെ ബിയുടെ ഗ്രാഫ് നമ്മൾ കുറച്ചുകൂടെ സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫായിട്ട് വരയ്ക്കണം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറിജിനിൽ നിന്ന് ബി കുറച്ചുകൂടി ദൂരത്താണ്, എ ആണ് ഒറിജിനോട് അടുത്ത് നിൽക്കുന്നത്. എന്നിട്ട് അവ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ എയുടെ വെലോസിറ്റി കൂടുതലുള്ളത് കൊണ്ട് അത് സ്റ്റീപ്പറായൊരു ഗ്രാഫായിട്ട് പോകും. ഇത് ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവ തമ്മിലുള്ള ഈ ഗ്രാഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നതായിട്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസാണ്. ടൈം മുന്നോട്ട് പോകുന്തോറും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവ ഒരേ പോയിന്റിലെത്തുന്നു, അവ ഒരുമിച്ചെത്തുന്നു. അതിനുശേഷം എ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും വിത്ത് റെസ്പെക്ട് ടു ബി. ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. അതായത് VA ഗ്രേറ്റർ ദാൻ VB ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു VB മൈനസ് VL നെഗറ്റീവായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഈ ടൈം മൈനസ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ മൈനസ് ചെയ്ത് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഈ രണ്ട് ടേംസും ഈക്വൽ ആകുമ്പോൾ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആകും. അതിനുശേഷം ഈ വാല്യൂ കൂടി വരും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആവുന്നതായിട്ട് കാണാം.
നെഗറ്റീവ് ആവുന്നു എന്ന് പറഞ്ഞാൽ എ ഓവർടേക്ക് ചെയ്യുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും, പക്ഷെ ആദ്യം ഉള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് കൂടി വരിക. അതിന് കാരണം എ ഓവർടേക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളത്. അതുപോലെ രണ്ട് ഒബ്ജക്ട്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? രണ്ട് ഒബ്ജക്ട്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ടും സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുന്നതെങ്കിൽ വി ബി മൈനസ് വി എ എന്നുള്ളത് ഇവിടെ മൈനസ് വി ബി മൈനസ് വി എ എന്നാവും. വി ബി എ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വി ബി മൈനസ് വി എ എടുക്കുമ്പോൾ മൈനസ് വി ബി മൈനസ് വി എ അല്ലെങ്കിൽ മൈനസ് ഓഫ് വി ബി പ്ലസ് വി എ എന്നാവും. അപ്പോൾ ഈ ടേമിൽ മൈനസ് ഓഫ് വി ബി പ്ലസ് വി എ ഇൻറ്റു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ് 0 സമയത്തുള്ള ഡിസ്റ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ടേം നെഗറ്റീവ് ആയതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസിനേക്കാൾ കുറഞ്ഞായിരിക്കും ടൈം മുന്നോട്ട് പോകുമ്പോൾ വരിക. അപ്പോൾ ഈ ഫിഗറിൽ നമുക്കത് കാണാം. ഇവിടെ എയുടെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുക, അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവായിട്ട് എടുക്കണം. ബിയുടെ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് എടുത്തുകൊണ്ട് സ്ലോപ്പ് നെഗറ്റീവായിട്ട് ഗ്രാഫ് വരയ്ക്കണം. ആദ്യം ബി ആണ് എയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത്, പക്ഷേ പിന്നീട് ടൈം കൂടുന്തോറും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയും ഒരു എൻഡിൽ അവർ തമ്മിൽ മീറ്റ് ചെയ്യുകയും പിന്നീട് എ ഓവർടേക്ക് ചെയ്ത് പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്നു, ബി ഓവർടേക്ക് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കേസ് കൂടെ, അതായത് വി എ ലെസ് ദാൻ വി ബി ആണെങ്കിൽ, വി എ ബി ബിയേക്കാൾ കുറവാണെങ്കിൽ ഈ ടേം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് വിൽ ബി ദ സം ഓഫ് ദീസ് ടു ടേംസ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇൻക്രീസസ് വിത്ത് ടൈം. അതും ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വി എ ലെസ് ആണെങ്കിൽ അതിന് സ്ലോപ്പ് കുറവാണ്, വി ബി ഗ്രേറ്റർ ആണെങ്കിൽ അതിന് സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ ഈ ഗ്രാഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ടൈം കൂടുന്നതനുസരിച്ച് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ടൈം ഇഫ് വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി ബി. ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫുകൾ ഉപയോഗിച്ചും ഈക്വേഷൻ ഉപയോഗിച്ചും നമുക്ക് ഇവയുടെ ഒരു മോഷൻ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. എ ജെറ്റ് എയറോപ്ലെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 500 km/h ejects the product of combustion at a speed of 1200 km/h relative to the plane. That is the speed of the latter with respect to an observer on the ground. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നേക്കുന്നത്? എ ജെറ്റ് എയറോപ്ലെയിൻ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 500 km/h എന്നാണ് പറഞ്ഞിരിക്കുക. ഈ ജെറ്റ് എയറോപ്ലെയിൻ അതിൽ നിന്ന് നിങ്ങൾക്കറിയാം, എയറോപ്ലെയിനൊക്കെ ജെറ്റ് പ്ലെയിനുകളൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഫ്യൂല് ബേൺ ചെയ്തൊരു ഗ്യാസ് പുറത്തേക്ക് എജക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് എജക്റ്റ് ചെയ്യുന്ന ഗ്യാസിൻ്റെ സ്പീഡ് 1200 km/h എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിലേറ്റീവ് ടു ദ പ്ലെയിൻ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്യാസിൻ്റെ ആക്ച്വൽ സ്പീഡല്ല, പ്ലെയിനിനെ അപേക്ഷിച്ച് ഗ്യാസിൻ്റെ സ്പീഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എജക്റ്റഡ് ഗ്യാസിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എന്താണെന്ന് നോക്കാം. വെലോസിറ്റി ഓഫ് ദ പ്ലെയിൻ തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ഓർ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട്. അത് 500 km/h ആണ്. നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്ലെയിൻ പോകുന്ന ഡയറക്ഷൻ പോസിറ്റീവായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എജക്റ്റഡ് ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലെയിൻ ആണ്. അതെത്രയാണ്? 1200 km/h. ഇവിടെ ഗ്യാസ് വരുന്നത്
പ്ലെയിൻ പോകുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ഈ വാല്യൂ നമ്മൾ -1200 എന്ന് എടുക്കണം. അതുപോലെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലെയിൻ, അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി ഓഫ് ഗ്യാസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് -1200 km/h എന്ന് തന്നിരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് എജക്റ്റഡ് ഗ്യാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ പ്ലെയിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Vg മൈനസ് പ്ലെയിൻ്റെ വെലോസിറ്റി 500 ഈസ് ഈക്വൽ ടു -1200 എന്നല്ലേ കിട്ടുന്നത്. ഇതിൽ നിന്ന് Vg എങ്ങനെ കണ്ടുപിടിക്കും? Vg ഈക്വൽ ടു -1200 + 500 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -700 km/h. ഇനി റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് കാണണം. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് 0 എന്ന് നമുക്കറിയാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഓർ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട് കാണാൻ വെലോസിറ്റി ഓഫ് ഗ്യാസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട്, ഇത് 0 ആണ്. അപ്പോൾ Vg മൈനസ് V0 ദാറ്റ് ഈസ് -700 - 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -700 km/h. ആ പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് തനിയെ പിന്നീട് ചെയ്യണം. ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുത്തിട്ട് തനിയെ ചെയ്ത് നോക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് തനിയെ എഴുതിയെടുത്തിട്ട് ഇവിടെ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യാവോ എന്നൊന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ആൻസറിലേക്ക് നോക്കിയാൽ മതി. എ പോലീസ് വാൻ മൂവിങ് ഓൺ എ ഹൈവേ with a speed of 30 km/h fires a bullet at a thief's car speeding away in the same direction with a speed of 192 km/h. അതായത് ഇവിടെ തീഫിൻ്റെ കാറ് 192 km/h എന്നുള്ള സ്പീഡിൽ പോകുന്നു. അതിന് പുറകെ ഒരു പോലീസ് വാൻ വരുന്നുണ്ട്. പോലീസ് വാൻ്റെ സ്പീഡ് എത്രയേ ഉള്ളൂ? 30 km/h ഉള്ളൂ. അങ്ങനെ സ്പീഡ് ചെയ്യുന്ന ഈ കാറിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. ആ ബുള്ളറ്റിൻ്റെ മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ സ്പീഡ് 150 m/s ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിത്ത് വാട്ട് സ്പീഡ് ഡസ് ദ ബുള്ളറ്റ് ഹിറ്റ് ദ തീഫ്സ് കാർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീഫിൻ്റെ കാറിൽ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് അനുഭവപ്പെടുന്ന സ്പീഡ് എന്താണ്? ഇത് നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. വെലോസിറ്റി ഓഫ് പോലീസ് വാൻ VP എന്നെഴുതാം. ദാറ്റ് ഈസ് 30 km/h. ഇവിടെ നമ്മൾ km/h m/s മാറ്റുന്നു. കാരണം ബുള്ളറ്റിൻ്റെ സ്പീഡ് നമുക്ക് m/s തന്നിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്തില്ല. കാരണം എല്ലാ സ്പീഡും km/h അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ 30 × 1000/60 × 60 ചെയ്യണം. ഇനി ഈ 1000/60 × 60 നമ്മളൊന്ന് ക്യാൻസലൊക്കെ ചെയ്താൽ നമുക്ക് 5/18 എന്ന് കിട്ടും. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇനി km/h m/s എപ്പോൾ മാറ്റണമെങ്കിലും നമുക്ക് ഈ 5/18 കൊണ്ട് ഗുണിച്ചാലും മതിയെന്ന് ഓർത്തിരുന്നാൽ എളുപ്പമുണ്ട്. ഇനി 30 × 5/18 ചെയ്യുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8.33 m/s. അപ്പോൾ ഈ ഒരു സ്പീഡിലാണ് പോലീസ് വാൻ മുന്നോട്ട് പോവുക. ഈ ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കാം. ഇനി ബുള്ളറ്റിൻ്റെ സ്പീഡ് 150 m/s ആണ്. കാറും തീഫ്സ് കാറും ഒക്കെ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ്. പോലീസ് വാനും തീഫിൻ്റെ കാറും ഒക്കെ മൂവ് ചെയ്യുന്നതും ഒരേ ഡയറക്ഷനിലാണ്. ബുള്ളറ്റിൻ്റെ സ്പീഡും അതേ ഡയറക്ഷനിൽ തന്നെയാണ്, 150 m/s. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി എടുക്കണം. നമ്മൾ പോലീസ് വാൻ മൂവ് ചെയ്യുന്ന വാനാണ്, അതിൽ നിന്നാണ് ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുക. അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന വാനിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി അല്പം കൂടുന്നുണ്ട്. അതിന് ഒരു എഫക്റ്റീവ് വെലോസിറ്റി കിട്ടുന്നുണ്ട്. ഈ എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ സ്പീഡും വാനിൻ്റെ സ്പീഡും കൂടി ആഡ് ചെയ്യുന്നതിന് ഈക്വലായിരിക്കും. നമ്മൾ ഈ ഷോർട്ട് പുട്ടല്ല ജാവലിനൊക്കെ എറിയുന്നവർ ഒക്കെ ഓടി വന്നെറിയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ലോങ് ജമ്പ് ചാടുമ്പോൾ നമ്മൾ ഓടി വന്ന് ചാടും. അത് നമ്മുടെ ആ എഫക്റ്റീവ് വെലോസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്.
അതേപോലെ തന്നെ ഒരു കൺസെപ്റ്റായിട്ട് നമുക്കിതിനെ എടുക്കാം. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളിൽ നിന്നാണ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതെങ്കിൽ ആ ബുള്ളറ്റിൻ്റെ സ്പീഡ്, എഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഈ വെഹിക്കിളിൻ്റെ സ്പീഡും ബുള്ളറ്റിൻ്റെ സ്പീഡും കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ബുള്ളറ്റിൻ്റെ എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് VB + VP എന്നാകും. ദാറ്റ് ഈസ് 158.3 മീറ്റർ/സെക്കൻഡ്. ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് അല്ല എടുക്കേണ്ടത്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റ് ഫയർ ചെയ്യപ്പെടുമ്പോൾ ആ ഫയർ ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ സ്പീഡും കൂടി ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അതിനെ എഫക്റ്റീവ് വെലോസിറ്റി എന്നാണ് പറയേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഈ എഫക്റ്റീവ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 158.33. ഈ ഒരു എഫക്റ്റീവ് വെലോസിറ്റിയോടെ ഇനി ഈ ബുള്ളറ്റ് തീഫിൻ്റെ കാറിലേക്കാണ് ചെല്ലുന്നത്. തീഫിൻ്റെ കാറിൻ്റെ സ്പീഡ് എത്രയാണെന്ന് തന്നിരിക്കുന്നത് 192 km/h എന്നാണ്. അതിനെ നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 53.33 മീറ്റർ/സെക്കൻഡ്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, ബുള്ളറ്റ് 158.33 എന്നുള്ള എഫക്റ്റീവ് സ്പീഡോടുകൂടി 53.33 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ പോകുന്ന കാറിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ കാറ് റെസ്റ്റിലായിരുന്നെങ്കിൽ ബുള്ളറ്റ് 158.33 എന്നുള്ള സ്പീഡിൽ ചെന്ന് പെട്ടെന്ന് ആ കാറിനെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അതിന് സാധിക്കുമായിരുന്നു, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ, അല്ലേ? പക്ഷേ ഈ കാറ് റെസ്റ്റിലല്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബുള്ളറ്റിന് അവിടെ ചെല്ലാനായിട്ട് കുറച്ചുകൂടി ടൈം വേണ്ടി വരും. അല്ലെങ്കിൽ ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ബുള്ളറ്റിൻ്റെ സ്പീഡ് അല്പം കുറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കാർ എന്ന് പറയുക. അപ്പം തീഫ്സ് കാറിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ബുള്ളറ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ തീഫ്സ് കാർ എടുത്താൽ മതി. ദാറ്റ് ഈസ് VB - VC. And that is equal to 158.33 minus 53.33, which is equal to 105 meter/second. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങളിതുപോലെ ചെയ്ത് പഠിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തായിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, റിലേറ്റീവ് വെലോസിറ്റിയോട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. 2 parallel rail tracks run north-south. Train A moves north with a speed of 54 km/h. Train B moves with a speed of 90 km/h. What is the velocity of B with respect to A എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു B. അതുപോലെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ആണ് ട്രാക്ക് ഉള്ളത്. ട്രെയിൻ എ നോർത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ എയുടെ വെലോസിറ്റി ആ ഡയറക്ഷൻ, നോർത്ത് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് വേണമെങ്കിൽ എടുക്കണം. അതുപോലെ ട്രെയിൻ ബിയുടെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി നെഗറ്റീവായിട്ട് എടുക്കാം. ഇവിടെ രണ്ട് സ്പീഡുകളും km/h ആ യൂണിറ്റിൽ തന്നെ ചെയ്താലും മതി. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയും ചെയ്യാം. ഇവിടെ മീറ്റർ/സെക്കൻഡിലേക്കുള്ള കൺവേർഷൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ട് മീറ്റർ/സെക്കൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും SI യൂണിറ്റിൽ ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A ആണ് ചെയ്യേണ്ടത്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A എന്ന് പറയുന്നത് VBA, ദാറ്റ് ഈസ് ഈക്വൽ ടു VB - VA എന്ന് വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു B വരുമ്പോൾ എന്ത് വരും? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് B വരും, അല്ലേ? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് 0 ആണ്. വെലോസിറ്റി ഓഫ് B -90 km/h ആണ്. അതിനെ വേണേൽ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് വേണം ചെയ്യാൻ. വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എഗനിസ്റ്റ് ഇറ്റ്സ് മോഷൻ. അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വിത്ത് എ വെലോസിറ്റി 18 km/h
വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ എന്നാണ് തന്നിരിക്കുക. ആസ് ഒബ്സർവ്ഡ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ മങ്കി. ഒരു മങ്കി ട്രെയിൻ എയുടെ മുകളിൽ കൂടി ട്രെയിൻ എ പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് എ വെലോസിറ്റി 18 km/h റിലേറ്റീവ് ടു ദ ട്രെയിൻ എ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ 18 എന്ന് തന്നിരിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ്. അതുപോലെ അതിൻ്റെ വാല്യൂ -18 എന്ന് വേണം നമ്മൾ എടുക്കാൻ. കാരണം മങ്കി മൂവ് ചെയ്യുന്നത് ട്രെയിൻ എയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ VMA അതായത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അത് എത്രയാണ്? -18 ആണ്. m/s ആ വാല്യൂ ആണ്. എന്നിട്ട് അത് VMA കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. VM - VA. VM - VA = -18. അതിൽ നിന്ന് നമ്മളിനി VM കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. ഇതുപോലുള്ള പ്രോബ്ലംസ് എക്സാമിന് വരാം. ചെയ്ത് പഠിക്കുക. താങ്ക് യു.